രാജ്യത്തിന്റെ നിലവിലുള്ള സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനും ആക്രമണങ്ങളിൽ പരിക്കേറ്റവരെ സന്ദർശിക്കുന്നതിനുമായി കുവൈറ്റ് ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് യൂസഫ് സൗദ് അൽ സബ ആശുപത്രി സന്ദർശിച്ചു. കുവൈറ്റിനെ ലക്ഷ്യമിട്ട് തിങ്കളാഴ്ചയും ഡ്രോൺ ആക്രമണമുണ്ടാവുകയും പ്രതിരോധ സേന അതിനെ നിർവീര്യമാക്കുകയും ചെയ്തു. ആഭ്യന്തരമന്ത്രിയുടെ ആശുപത്രി സന്ദർശന വേളയിൽ നൽകുന്ന വൈദ്യസഹായത്തിന്റെ നിലവാരത്തെക്കുറിച്ചും കൈകാര്യം ചെയ്യുന്ന രീതികളെക്കുറിച്ചും ഡോക്ടർമാരിൽ നിന്നും ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും വിശദീകരണം കേൾക്കുകയും ചെയ്തു. അപകടങ്ങളിൽ പരിക്കുപറ്റുന്നവർക്ക് ഏറ്റവും വേഗത്തിലുള്ളതും ഏറ്റവും നല്ലതുമായ വൈദ്യസഹായം നൽകുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി. കുവൈത്തിനെ ലക്ഷ്യമിട്ട് തിങ്കളാഴ്ചയും ആക്രമണങ്ങളുണ്ടായി. തിങ്കളാഴ്ച പുലർച്ചെ കുവൈറ്റ് വ്യോമയാന പ്രതിരോധ ഉദ്യോഗസ്ഥർ നിരവധി ആക്രമണങ്ങളെ നിർവീര്യമാക്കി. സമുദ്രമാർഗം ഹവല്ലി ഗവർണറേറ്റിലെ റുമേത്തിയ സെൽവ മേഖലകളിലെത്തിയ ഡ്രോണുകളിൽ ഭൂരിഭാഗവും കുവൈറ്റ് വ്യോമ പ്രതിരോധ സേന വിജയകരമായി തടഞ്ഞു. അക്രമങ്ങളിൽ ആർക്കും പരിക്കില്ലെന്ന് ആഭ്യന്തര മന്ത്രാലയം ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഡിഫൻസ് ഡയറക്ടർ ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് അൽ മൻസൂരി അറിയിച്ചു. രാജ്യത്തിന്റെ സ്ഥിതി സുസ്ഥിരമായി തുടരുന്നു, ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്നും അദ്ദേഹം പൊതുജനങ്ങൾക്ക് ഉറപ്പു നൽകി. സംഭവവികാസങ്ങൾ ബന്ധപ്പെട്ട അധികാരികൾ 24 മണിക്കൂറും നിരീക്ഷിച്ച് പ്രതിരോധ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ചില റെസിഡൻഷ്യൽ ഏരിയകളിൽ കേൾക്കുന്ന സ്ഫോടനങ്ങളുടെ ശബ്ദങ്ങൾ അക്രമങ്ങളെ ചെറുക്കുന്നതിൻ്റെതാണ്. വ്യോമ പ്രതിരോധ യൂണിറ്റുകൾ നിരന്തരമായ ജാഗ്രത പാലിക്കുന്നുണ്ട്. രാജ്യത്തെ വ്യോമാതിർത്തിയിൽ പ്രവേശിക്കുന്നതിനു മുമ്പ് സാധ്യതാ ഭീഷണികൾ നിർവീര്യമാക്കുന്നുമുണ്ട്. പരിഭ്രാന്തി സൃഷ്ടിക്കുന്നതും കിംവദന്തികളോ തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകളോ പ്രചരിപ്പിക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളും അക്കൗണ്ടുകളും ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സൈബർ കുറ്റകൃത്യ വകുപ്പ് സജീവമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും ഡയറക്ടർ ജനറൽ വ്യക്തമാക്കി. തെറ്റായ വിവരങ്ങൾ പ്രസിദ്ധീകരിക്കുകയോ പുനഃപ്രസിദ്ധീകരിക്കുകയോ ചെയ്യുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും മുന്നറിയിപ്പ് നൽകി. കുവൈത്തിൽ നിന്നും കേരള വിഷന് വേണ്ടി IB സുനേഷ് വെങ്ങര.